അവൾ മനസ്സിലാക്കണം, കയറി വരുന്നൊരു ഭർത്താവിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നവര് ഭാര്യ. ആ നിലക്ക് ഇസ്ലാം പറയുന്നത് എന്താണ്? നല്ല വേഷം വരെ സ്വീകരിക്കണം എന്നാണ്. തനിക്കിഷ്ടമുള്ള വേഷമണിയാനാണ് പലപ്പോഴും പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കതാണ് ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്. ഒരു പെണ്ണ്, ഒരു ഭാര്യ അവളുടെ ഇഷ്ടമല്ല നോക്കേണ്ടത്. കാരണം അവൾ ഒരുങ്ങുന്നത്, അവൾ അലങ്കാരമണിയുന്നത്, അവൾ നല്ല വേഷം സ്വീകരിക്കുന്നത് അവൾക്ക് വേണ്ടി ആയിരിക്കരുത്, ഭർത്താവിന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയാ ഒരുങ്ങുന്നത്? ഭർത്താവിന് വേണ്ടി. ഇവിടെ ഇസ്ലാം എന്താ പറയുന്നത്? ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു വേഷമാണ് ഒരു പെണ്ണ് ഭർത്താവിന്റെ മുമ്പിൽ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഭർത്താവിന് ഇഷ്ടമുള്ള വേഷ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നാളാരും എന്റെ ഇക്കാക്ക് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞ നാളാരും ചുരിദാറിട്ട് ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പും കൊണ്ട് ആരും പുറത്തിറങ്ങണ്ട. ഇത് ഒരു ഭർത്താവിന്റെ മുമ്പിൽ വീട്ടിലെ കാര്യമാ പറയുന്നത്. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിലക്കുള്ള വേഷം സ്വീകരിച്ച് ഒരു ഭർത്താവിന് ഏതാണോ ഇഷ്ടം അതാണ് ഭാര്യ അറിയേണ്ടത്. തന്റെ ഇഷ്ടമല്ല, കാരണം താൻ അണിഞ്ഞൊരുങ്ങുന്നത് തനിക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയാണ്. അപ്പൊ അതിൽ അയാളുടെ ഇഷ്ടമാണ് പരിഗണിക്കേണ്ടത്. ആ നിലക്കുള്ള അലങ്കാരം അണിയണം. അതൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ബാധ്യതയുണ്ട്. ഭാര്യ എന്താണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് അങ്ങും ഇങ്ങുമൊക്കെ. ഭാര്യ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ ഭർത്താവും, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ ഭാര്യയും. അതൊക്കെ ഓരോരുത്തരും തീരുമാനിക്കേണ്ട സംഗതികളാണ്. ഏതായിരുന്നാലും കയറി വരുന്ന ഘട്ടത്തിൽ ഒരു നല്ല മുഖഭാവത്തോടെ, ഒരു നല്ല സംസാരത്തോടെ, ഏത് തിരക്കുകൾക്കിടയിലും വന്നോ എന്ന് പരിഗണിക്കുന്ന ഒരവസ്ഥ. മറ്റേണ്ടാവും ചിലപ്പോ വന്നോ വന്നില്ലേ, അതൊന്നും ഇപ്പൊ അത്ര ശ്രദ്ധിക്കേണ്ടതില്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ഗസ്റ്റ് ഒന്നുമല്ലല്ലോ, അതിഥി വരുന്നല്ലോ, വിരുന്നുകാരൻ വരുന്നല്ലോ എന്ന് വന്നോ എന്ന നിലക്ക് വന്നത് മൈൻഡ് ചെയ്യാതെ എവിടെയാണോ നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത് അവിടെ തന്നെ അങ്ങനെ തന്നെ കഴിയുമ്പോ അത് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കും, അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്വീകരണം വീട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ഭർത്താവ് കയറി വരുന്നത്. ആ മുഖം, ആ രൂപത്തിലുള്ള ഒരു ആശ്വാസത്തിന്റെ ഒരവസ്ഥ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഖൈറുൻ നിസാഇല്ലതീ തസുറുഹു ഇദാ നദറ ഇലൈഹാ വതുതിഉഹു ഇദാ അമറ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹു. ഖൈറുൻ നിസായി, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമകൾ ആരാണ്? ഒരു നല്ല സ്ത്രീ. അല്ലത്തി, എങ്ങനത്തവളാണ് അവൾ? തസുറുഹു, ആ ഭർത്താവിനെ അവൾ സന്തോഷിപ്പിക്കുകയാണ്. ഇദാ നളറ ഇലൈഹാ, ആ പെണ്ണിലേക്ക് ഭർത്താവ് നോക്കുമ്പോൾ ആ പെണ്ണ് ഈ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലാവണം. അത് വേഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. നോക്കിയാൽ കണ്ണിന് ആനന്ദവും ഭർത്താവിന് നല്ല ഇഷ്ടമൊക്കെ തോന്നുന്ന രൂപത്തിൽ ഒരുങ്ങണം എന്നാ ഇസ്ലാം പറയുന്നത്. അകത്താണ് ഒരുങ്ങേണ്ടത്, പുറത്തേക്കല്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, ഇന്ന് നേരെ വിപരീതമാണ്. പുറത്തിറങ്ങാനാണ് മിനിറ്റുകളോളം കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിച്ച് ഒരുങ്ങുന്നത്. അകത്ത് കയറാനാണ്, അകത്തിരിക്കുമ്പോഴാണ് ഒരുങ്ങേണ്ടത്, പുറത്തേക്കല്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കിയാൽ അയാളുടെ കണ്ണിന് ആനന്ദം പകരണം. വതുതിഉഹു ഇദാ അമറ, കൽപ്പിച്ചാൽ അവനെ അനുസരിക്കണം. അല്ലാഹുക്ക് വിരോധമില്ലാത്ത റബ്ബ് പൊരുത്തപ്പെടുന്ന, അനുവദിക്കപ്പെടുന്ന ഏത് കാര്യത്തിനനുസരിച്ചാലും അനുസരിച്ചോളണം. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, അവളുടെ ശരീരത്തിന്റെ കാര്യത്തിലും അവളുടെ സമ്പത്തിന്റെ കാര്യത്തിലുമൊന്നും ആ ഭർത്താവിന് വെറുപ്പുള്ള ഒന്നുകൊണ്ടും പെരുമാറാതെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാണ് ഉത്തമയായ പെണ്ണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് ശരീരം വൃത്തിയാവണം, വസ്ത്രം വൃത്തിയാവണം, മുടി വരെ ചീകി കോതിക്കെട്ടി ഒരു ചറവറ മുടിയില്ലാതെ ആ നിലക്ക് അതുപോലും ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, എത്ര വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉമാമ റളിയല്ലാഹു അൻഹ, മകളെ കല്യാണത്തിന്റെ സമയമാണ്. ഭർത്താവിന്റെ വീട്ടിലേക്ക് മോളെ പറഞ്ഞേക്കുമ്പോ ഉമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ മോളോട് സ്നേഹത്തോടെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ നീ ഭർത്താവിന്റെ മുമ്പിൽ ജീവിക്കുമ്പോ ഫലാ തഖഅ ഐനാഹു മിൻകി അലാ ഖബീഹിൻ
വലാ യശുമ്മു മിൻകി ഇല്ലാ തുയബ റീഹ്. ആ ഭർത്താവിന്റെ കണ്ണുകൊണ്ട് നിന്നിൽ നിന്ന് ആ ഭർത്താവിന് വെറുപ്പുള്ള ഒരു കാര്യം കാണാൻ ഇടവരരുത്. ഒരു മോശപ്പെട്ട വേഷത്തിൽ നിന്നെ കാണരുത്. വലാ യശുമ്മു മിൻകി ഇല്ലാ തുയബ റീഹ്. ഏറ്റവും നല്ല സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് ഭർത്താവിന് ആസ്വദിക്കാൻ ഇടവരരുത്. മണം, ഒരു ദുർശിച്ചൊരു മണം ഉണ്ടാവുന്നത് നോക്കണം, നീ ശ്രദ്ധിക്കണം. ഭർത്താവിന് വെറുപ്പുണ്ടാവുന്ന ഒരു വാസന ഉണ്ടാവരുത്. ഭർത്താവിന്റെ കണ്ണിന് ആനന്ദം പകരുന്ന രൂപത്തിലുള്ള വേഷം നീ അണിയണം. ഇസ്ലാം പറയാണ്, ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മോളോട്, മോളെ വീട്ടിൽ നീ ഭർത്താവിന്റെ മുമ്പിൽ ഇതൊക്കെ പാലിക്കണമെന്ന്. നാളെ പുതിയോട്ടിയാകാൻ പോകുന്ന, അതല്ലെങ്കിൽ പുതുനാരിയാവാൻ പോകുന്ന, നവവധുവാകാൻ പോകുന്ന മോളോട് ഉമ്മ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എത്രത്തോളം ഒരു ഭർത്താവ് കയറി വരുമ്പോ ഭാര്യ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതിന് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ ഒരു സംഭവം. ഫഖദ് റജഅ ബഅദു സ്വഹാബ റളിയല്ലാഹു അൻഹും മിൻ സഫരിൻ. യാത്ര കഴിഞ്ഞിട്ട് കുറെ സഹാബിമാര് മടങ്ങി പോരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുന്നറിയിപ്പ് കൂടാതെ വീട്ടിലേക്ക് കയറി ചെല്ലല്ല. അംഹിലൂ, കുറച്ചൊന്ന് താമസിക്കൂ. രാത്രിയാകുമ്പോ കുറച്ചൊന്ന് സമയമായിട്ട് ചെന്നാൽ മതി. ലികൈ തംതശിത ശൈസതു വതസ്തഹിദ്ദൽ മുഗീബതു. നോക്കണം നിങ്ങൾ, എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുടിയൊക്കെ അങ്ങുമിങ്ങും ചട പിടിച്ച് നിൽക്കുന്ന, കോതി കെട്ടിയിട്ടില്ലാത്ത, അങ്ങുമിങ്ങും അലക്ഷ്യമായി കിടക്കുന്ന മുടിയുള്ള പെണ്ണ് ചീർപ്പെടുത്ത് മുടിയൊക്കെ നിനക്ക് വേണ്ടി ഒന്ന് ചീകി ഒരുങ്ങട്ടെ. അതിനുള്ള ഒരു സമയം നീ കൊടുക്കണം. മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലരുത് എന്നാ പറയുന്നത്. ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ഏത് സമയത്താണ് വരുന്നതെന്ന് ഭാര്യയോടൊന്ന് വിളിച്ചു പറയണം. ഇതാ ഞാൻ എത്തി, അല്ലെങ്കിൽ എത്താനായി, അല്ലെങ്കിൽ ഇന്ന ടൈമിനെത്തും. അത് യാത്ര പോകുന്നയാൾ തന്റെ ഭാര്യയോട് പറയേണ്ടത് ആവശ്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ എന്നും ഇപ്പൊ ജോലിക്ക് പോയിട്ട് പുറത്തു വരുന്ന ആളോട് ഞാൻ ഇപ്പൊ എത്തും പറയേണ്ടയില്ല. അത് ഭാര്യക്ക് മനസ്സിലാകും. പോയാൽ എത്ര സമയത്താണ് വരിക, ഏത് സമയത്താ സാധാരണഗതിയിൽ ഡ്യൂട്ടി കഴിയും തിരിച്ചു വരിക, അതൊരു ഭാര്യക്കറിയാം. അപ്പൊ അവൾ എന്ത് ചെയ്യണം? അറിയിപ്പൊന്നും കിട്ടേണ്ടതില്ല. ഇന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വരും, അപ്പോഴേക്ക് റെഡിയാവണം. അപ്പോഴേക്ക് ആ മുഷിഞ്ഞ വേഷമൊന്ന് മാറണം. അപ്പോഴേക്ക് ശരീരത്തിന്റെ ദുർഗന്ധം അകറ്റണം. അപ്പോഴേക്കൊന്ന് വൃത്തിയാവണം. അപ്പോഴേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല വേഷമണിയണം, നല്ല സുഗന്ധം ഉപയോഗിക്കണം. വീട്ടിലാണ് പൗഡർ ഇടേണ്ടത്, വീട്ടിലാണ് കണ്ണെഴുതേണ്ടത്, വീട്ടിലാണ് സ്പ്രേ അടിക്കേണ്ടത്, വീട്ടിലാണ് സുഗന്ധം അണിയേണ്ടത്, വീട്ടിലാണ് ഏറ്റവും നല്ല അഴകുള്ള വസ്ത്രം ധരിക്കേണ്ടത്. അതേ ഭർത്താവിന് വേണ്ടി. അതിലാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ യാത്ര കഴിഞ്ഞ് മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് കയറുന്നവരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് സാവകാശം കാണിക്കോ. ധൃതിപ്പെട്ട് അറിയാതെ മുന്നറിയിപ്പില്ലാതെ പോയി വാതില് മുട്ടല്ല. അങ്ങനെ വാതില് മുട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കാണേണ്ടി വരും. നിങ്ങൾക്കിഷ്ടമില്ലാത്ത വേഷത്തിലോ രൂപത്തിലോ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിന് ആനന്ദം പകരാൻ, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം പകരാൻ അവർക്കൊന്ന് ഒരുങ്ങാൻ നിങ്ങൾ സമയം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒന്ന് പറഞ്ഞത്, ലികൈ തംതശിത ശൈസതു. മുടി ജടയൊക്കെയുള്ള പെണ്ണ് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുടിയൊക്കെ വൃത്തിയായി കോതി ചീകി കെട്ടിവെക്കട്ടെ. വതസ്തഹിദ്ദൽ മുഗീബാ. അവൾ എന്ത് ചെയ്യട്ടെ? ഭർത്താവ് സ്ഥലത്തില്ലാത്ത ഈ പെണ്ണിപ്പോ ഭർത്താവ് വരുമ്പോ ആ ഭർത്താവിന് വേണ്ടി ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ, എത്രത്തോളം എങ്ങനെയൊക്കെ ശുദ്ധിയാകണോ അതൊക്കെ ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറയാണ്, ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഫഇന്നൽ ഗർള മിൻഹു അത്തൻളീഫ് വത്തസീൻ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി വൃത്തിയാവണം, അലങ്കാരമണിയണം എന്ന ലക്ഷ്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമം പഠിപ്പിച്ചതിലൂടെ നിലനിൽക്കുന്നത്. അതാ ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത്. കയറി ചെന്ന ആ മീന്റെ മണവും അടുക്കളയിലെ കറിയുടെ മണവും എല്ലാം, ആ വേഷവും മുഷിഞ്ഞ വേഷവും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളുടെ ഒക്കെ ഒരവസ്ഥയിലായാൽ ഇയാൾക്ക് തോന്നുകയാണ്, എന്തിന് ഞാൻ ഇങ്ങോട്ട് വന്നു. മാത്രല്ല നമ്മൾ ചിന്തിക്കണതൊന്നും ആളുകൾ അറിയാതിരുന്നിട്ട് കാര്യമില്ല. പല രൂപത്തിലുള്ള കാഴ്ചകൾ കാണേണ്ടി വരുന്ന ഒരു ലോകത്താണിന്ന് പുരുഷന്മാര് ജീവിക്കുന്നത്. പലതും അവൻ കാണേണ്ടി വരുന്നുണ്ട്, പലതും അവൻ കാണേണ്ടി വരികയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്.
ഇതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടിയിട്ട് തിന്മകളിലേക്ക് തന്റെ മനസ്സ് പോകാതെ, തന്റെ കണ്ണുകൾ അതിലേക്ക് പോകാതെ, അരുതാത്ത ഒന്നിലേക്ക് തന്റെ മനസ്സുകൊണ്ട് പോലും ഒന്ന് ചിന്ത കൊടുക്കാതെ, അതൊക്കെ എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടത് എനിക്കെന്റെ റബ്ബ് തന്നിട്ടുണ്ടല്ലോ എന്ന നിലക്ക് തന്റെ വീട്ടിലേക്ക് ആ പ്രതീക്ഷയോടെ കയറി വരുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിക്കുമ്പോ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിനൊരകൽച്ച വന്നു തുടങ്ങും. ഇത് സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതൊക്കെ ഇല്ലാതാവാനാണ് ഇസ്ലാം ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത്. ഇത്ര ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് നിയമം പഠിപ്പിച്ച ഒരു മതം ലോകത്തെവിടെയാ കാണുക? അതാണ് മനുഷ്യ മനസ്സുകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. മനുഷ്യന്റെ വികാരങ്ങൾ അറിയാവുന്ന റബ്ബാണ് ഇതിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ള, നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ആ റബ്ബാണ്. മനുഷ്യനെ കുറിച്ച് അവന്റെ ഭൂതഭാവി വർത്തമാനങ്ങളെ ഒരുപോലെ അറിയാവുന്ന ത്രികാലജ്ഞാനിയായ റബ്ബാണ് ഈ ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അവനാണ് ഇതിന്റെ നിയമങ്ങളുടെ നിർമ്മാതാവ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് എഴുതി വെച്ചിട്ടുള്ള, ആ റബ്ബ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു നിയമങ്ങളിലും മനുഷ്യന് ഉപകാരമുള്ളതല്ലാത്ത, അവന് ശർറുണ്ടാക്കുന്ന ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ നിലക്ക് എന്ത് വേണം? ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയണം, നിങ്ങൾ പെരുമാറണം. വീട്ടിലേക്ക് കയറി വരുമ്പോ പരാതിക്കെട്ടുമായിട്ട് കയറി വന്ന ഉടനെ പരാതി പറയല്ല. അരി കഴിഞ്ഞു, മുളക് കഴിഞ്ഞു, നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ അതില്ല, ഇവിടെ ഗ്യാസ് തീർന്നു, ഇവിടെ അതില്ല, ഒരുപാട് പരാതികൾ. കുട്ടി അവൻ പഠിച്ചിട്ടില്ല, ഇവൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഇവൻ അങ്ങനെ, അവിടെ ഇങ്ങനെ, ഇന്ന കാര്യത്തിന് പോയിട്ടില്ല, അവിടെ അത് കഴിഞ്ഞു, ഇങ്ങനെ ഒരു 100 പരാതി നാട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ വേറെ വല്ല കാര്യം, കല്യാണത്തിന് പോയിട്ടില്ല, അവിടെ അത് കൊടുത്തിട്ടില്ല, ഇവിടെ ഇളയമാന്റെ മോള് പ്രസവിച്ചിട്ടുണ്ട്, അവിടെ അത് കാണാൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരു 100 കൂട്ടം പരാതിയുടെ കെട്ടുമായി ഭർത്താവിന് കയറി വരുമ്പോഴാണ് പറഞ്ഞാൽ അയാൾ വന്ന വഴിക്ക് തന്നെ വേഗം പോവും. ഇത് സ്ഥിരമായി പതിവാക്കിയാൽ അയാൾ എന്ത് വിചാരിക്കും? ഉറങ്ങാൻ മാത്രം അവിടെ എത്തും, വേറെ എവിടെയും സരളല്ലോ എന്നുള്ള നിലക്ക്. ചിലപ്പോൾ അതിനും ചിലപ്പോൾ വേറെ ഇടങ്ങൾ തേടിപ്പോയി എന്ന് വരും. മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു ഭർത്താവിനെ ഏറ്റവും നല്ല നിലക്കാണ് സ്വീകരിക്കേണ്ടത്. മക്കളുണ്ടെങ്കിലും ഉപ്പ വന്നു അല്ലെങ്കിൽ ഇന്നയാൾ വന്നു എന്ന നിലക്ക് മക്കളും ആ ഒരു പരിഗണന ആ നിലക്ക് ഇസ്ലാം നമ്മോട് പറയാണ്. ആശ്വസിപ്പിക്കണം. സംതൃപ്തിയുള്ള പെരുമാറ്റം വേണം, വശ്യമായി പെരുമാറ്റം വേണം. എത്രത്തോളം? വീട്ടിൽ നിന്നകന്നു, യാത്രയിലാണ്, അല്ലെങ്കിൽ പുറത്തു പോയിരിക്കുകയാണ്, പ്രതീക്ഷിച്ച സമയത്ത് ഭർത്താവിനെ കാണുന്നില്ല. ഭാര്യമാരെന്ത് ചെയ്യുക? ഒരു ഫോൺ കോൾ എന്താണ്, കാണുന്നില്ലല്ലോ, എവിടെയാ? അപ്പൊ കണ്ടോ, അതൊരു ഭർത്താവിന്റെ മനസ്സിൽ, പുറത്തുപോയാളുടെ മനസ്സിലൊരു ആശ്വാസമായി. എന്നെ മറന്നിട്ടില്ല കേട്ടോ. അതിപ്പോ എന്താ? ചോദിച്ചില്ലെങ്കിലും ആളുകൾ വരൂലേ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എന്താ, വിളിച്ചില്ലെങ്കിൽ എന്താ, ഒക്കെ എന്റെ മനസ്സിലുണ്ടാ സ്നേഹം. അതുകൊണ്ട് കാര്യമായോ? ഇല്ല. അതൊക്കെ ഇസ്ലാം പറയുന്നത് എന്താ? ഒരു വിളി, ഒരു തലോടൽ, ഒരു സ്പർശം, ഒരു ടച്ചിങ്, വലിയ രൂപത്തിലുള്ള ആശയങ്ങളും വലിയ ഫലവും ഉണ്ടാക്കുക. ചെലവാണെങ്കിൽ വളരെ തുച്ഛമാണ്, ഒന്നും ചെലവില്ല. അതെന്താ? അതൊക്കെ മനുഷ്യ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കും, മനുഷ്യ മനസ്സുകളിൽ സൗഹാർദ്ദമുണ്ടാക്കും. ഈ നിലക്ക് ഇസ്ലാം എന്ത് ചെയ്യാണ്? അതിനൊക്കെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയാണ്.